ആദ്യം ഞാനൊന്ന് കുറേ ചിരിക്കട്ടെ. ഞാൻ ശാന്തകുമാരി കോയിറ്റാണ്. ഞാൻ ഫേസ്ബുക്കിലൊരു ഇത് കണ്ടേ, ശിവൻ്റെ, അതായത് നമ്മുടെ ഭഗവാൻ ശിവൻ്റെ ഭാര്യ പാർവതി അല്ല അത്ര, വിജി എന്നാണ് അവരുടെ പേര്. സ്ഥലപ്പേരൊന്നും അവർ പറഞ്ഞില്ല. ഇൻ്റർവ്യൂ എടുക്കാൻ പോകണ്ടായിരുന്നു ഒരുത്താൻ. എനിക്ക് അതിൻ്റെ പറച്ചിൽ കേട്ടിട്ട് ഭയങ്കര ചിരിയാണ് വരുന്നത്. ഇത് ഇന്ത്യയിൽ കേരളത്തിൽ ഭയങ്കര കോമഡിയാണല്ലേ നടക്കുന്നത്. ചിലപ്പോൾ അടുത്ത വീട്ടിലത്തെ ഏതെങ്കിലും ശിവനായിരിക്കും അത് വരുന്നത്. ഇവർ ദൈവത്തിൻ്റെ പേരും പറഞ്ഞാൽ അടുത്ത വീട്ടിൽ ഏതെങ്കിലും ശിവനായിരിക്കും. അല്ലാണ്ട് നമ്മളുടെ ഭഗവാൻ ശിവനൊരു അഭിഹിത അയ്യോ, ഇങ്ങനെയും ആൾക്കാർക്ക് ഭ്രാന്തുണ്ടോ? അല്ലാണ്ട് ഇതിനൊക്കെ എന്താ പറയുക? ഭഗവാൻ ശിവൻ അവരോട് പറഞ്ഞത്ര കിടപ്പറ രഹസ്യം മാത്രം ആരോടും പറയാം. അതൊരു സത്യം തന്നെ. അടുത്ത വീട്ടിൽ ഇങ്ങനെ ആൾക്കാർ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇമാതിരി കാശുണ്ടാക്കാൻ വേണ്ടിയ ഒരു പണി ഈ മറ്റേ എന്താ പറയുക, ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു പണി ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം കുറേ വിഡ്ഢികളായ മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. ഇല്ലാത്തത് പറഞ്ഞ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈ വിഡ്ഢികളായ മനുഷ്യർ മുഴുവൻ അതിന് കൂട്ടുനിന്നിട്ട് അവരിനെ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഈ കൊലപാതകവും അതും ഇതും അവിഹിതവും എല്ലാം നടക്കുന്നത് ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞൊരു മറയുണ്ടാക്കിയിട്ട് അതിൽ ചെയ്തുണ്ടാക്കുന്നതാണ്. ദൈവം എന്ന് പറയുന്നതിന് രൂപങ്ങളൊന്നുമില്ല. എന്ത് ഈ മനുഷ്യർ ഇങ്ങനെ ഒരു ഏതോ പണിക്കർ പറഞ്ഞത്ര, നിങ്ങൾ വിജിയല്ല, ശിവൻ്റെ ഭാര്യ നാരീശക്തിയാണ് നിങ്ങൾ, അതുകൊണ്ട് ശിവൻ്റെ ഇത് ടാറ്റു എടുത്തിട്ട് ടാറ്റൂസ് എന്താ അടിക്കുമല്ലേ കയ്യിൽ, ശിവൻ്റെയും പാർവതിൻ്റെയും കൂടിയിട്ട്. പിന്നെ ശിവനും പാർവതിയും കൂടി ഒരുമിച്ച് വന്നെങ്കിൽ അവർ അങ്ങനെ വണ്ണം വെച്ച് വലിയ ഭയങ്കര വണ്ണം വയ്ക്കും അത്ര. എടോ, ആ വീഡിയോ എടുക്കാൻ പോയവൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരന് എത്ര നല്ലത് കാണിക്കാൻ വീഡിയോകൾ ഇരിക്കുന്നു. ഇമാതിരി കോമളിത്തരം കാട്ടുന്നതൊക്കെ എന്തിനാ വീഡിയോ എടുത്ത് ഇങ്ങനെ ആൾക്കാരുടെ സമയത്തിനെ കളയാൻ വേണ്ടി ചെയ്യുന്നത്? കഷ്ടമുണ്ട് കേട്ടോ. ഇമാതിരി കോമാളിത്തരം ഒന്നും എടുക്കാൻ പോകരുത്. ഈ ആൾക്കാർ മിണ്ടുമ്പോഴേക്ക് ദൈവം വന്ന് കയറി അങ്ങനെ ഒരു കുടിലുണ്ടാക്കി അതിൽ കുറേ ഇരുന്ന്. ഇതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളിലെ ആൾക്കാർ ചിരിക്കുന്നത്. എന്താണെന്നറിയോ? കളിയാക്കുന്നത് ഇമാതിരിയുള്ള കോമാളിത്തരം കാട്ടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സ്ത്രീ, ഞാൻ ശിവൻ്റെ ഭാര്യയാണ്, എന്ത് വിജി മോഹനായിരുന്നു അത്ര നേരത്തെ, ഇപ്പം ശിവൻ വിജി എന്നാക്കിയെന്ന്. ശിവൻ്റെ കൂടെയുള്ള ജീവിതമായതുകൊണ്ട് നേരത്തെ അവർ അച്ഛ എന്നാണ് അത്ര വിളിച്ചത്. എന്നെ അച്ഛ വിളിക്കണ്ട, ഞാൻ നിൻ്റെ എന്താണ് പുരുഷനാണ്, അതുകൊണ്ട് എന്നെ അച്ഛന്ന് വിളിക്കണ്ടെന്ന് ശിവൻ. അടുത്ത വീട്ടിലത്തെ ഏതെങ്കിലും ശിവനുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുകയും പോയിട്ട്. അല്ലാണ്ട് ഇതിനൊക്കെ എന്തോ ഊളത്തരമാണ്. എനിക്കിത് എഴുതാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ദയവേത് ഈ ലോകത്തിലെ ഹിന്ദുക്കളായ കുറേ വിഡ്ഢികളുണ്ട്. ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർക്ക് പോയിട്ട് ഈ താലം പിടിച്ചും ഭസ്മം വാങ്ങിയും നെറ്റിയിലിട്ടും ചന്ദനക്കുറി ഇട്ടിട്ട് വാരി കോരിയിട്ടിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെയൊന്നും ചെയ്യരുത്. ദൈവം എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നമ്മുടെ അച്ഛനും അമ്മയുമാണ് ദൈവം. ദൈവം അത് കഴിഞ്ഞേ ഉള്ളൂ. അല്ലാണ്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ഈ ആൾക്കാരിൻ്റെ കാൽക്കൽ പോയി വീഴരുത് വിഡ്ഢികളായ മനുഷ്യരെ നിങ്ങളൊന്നും. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിൽ എന്തെല്ലാം പൈസ വെട്ടിപ്പുകാരൻ്റെ ഒക്കെ വലയിലാണ് ഈ കുറേ വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇങ്ങനെ പോയി വീഴുന്നത്. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന പൈസ എങ്ങനെ ചിലവാക്കണം എന്നറിയാതെ അങ്ങനെ പൈസയുള്ള ആൾക്കാർ കുറേ പാവപ്പെട്ടവർക്ക് കൊടുക്കും. എത്രയോ ആൾക്കാർ കഞ്ഞിയില്ലാണ്ടും ഭക്ഷണം ഇല്ലാണ്ടും ഡ്രസ്സില്ലാണ്ടും അലയുന്നു. അവർക്കൊക്കെ കൊണ്ട് കൊടുക്കും. ഇമാതിരിയുള്ള ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നുണ പറയുന്നവരിൻ്റെ കൂടത്തിൽ പാട്ട് പാടാനും കൈയടിക്കാനും അതിനും ഇതിനും പൂജയ്ക്കും അതിനും ഇതിനൊന്നും പോകാതെ അവനവൻ്റെ അച്ഛനും അമ്മനെയും നന്നായി നോക്കി അവരിൻ്റെ കാൽക്കൽ വീണ് തൊഴുതിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും മോക്ഷം കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യും, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കും. ഓക്കെ, ബൈ.